നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു നാൾ മാത്രമാണ്, അതായത് ഇന്ന് മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലെ, മധ്യ കേരളത്തിലെ, വടക്കൻ കേരളത്തിലെ ഒക്കെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാടിളക്കിയ കൊട്ടിക്കലാശത്തിന് ശേഷം ഇന്ന് നിശബ്ദ പ്രചാരണം തുടരുകയാണ്. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. 30,495 ബൂത്തുകളാണ് നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ആദ്യം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നും രജിത്താണ്. രജിത്തിലേക്കാണ് ആദ്യം പോകുന്നത്. രജിത്ത്, 25 ദിവസം നീണ്ട പ്രചാരണം, ത്രികോണ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ് ഒരു നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകൾ? ഒപ്പം പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം നടക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലയിടത്തും പ്രശ്നബാധിത ബൂത്തുകളുമാണ്. അശ്വതി, 23 ദിവസത്തെ പ്രചരണത്തിന് ശേഷമാണ്, ഒരു പരസ്യ പ്രചരണത്തിന് ശേഷമാണ് ഇന്നലെ വലിയൊരു കൊട്ടിക്കലാശത്തോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുകയും ചെയ്തത്. ഇന്നിനിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെയൊക്കെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്നതിനുള്ള ഒരു അവസാനവട്ട കാര്യത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ ഉള്ളത്. അത്തരത്തിലുള്ള പരിപാടികളുമായി രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ വളരെ സജീവമായി തന്നെ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയായാലും ഇന്നിനിപ്പോൾ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അടക്കം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. 8 മണിയോടുകൂടി പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ തയ്യാറായിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിനായി ഏകദേശം 2,71,00,000 ആളുകളാണ്, സമ്മതിദായകരാണ് ഉള്ളത്. തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്ത് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചെയ്യാനായി ഉള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായ കണക്ക് പറയുകയാണെങ്കിൽ 2,71,42,952 സമ്മതിദായകരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്നാണ്. 883 സ്ഥാനാർത്ഥികൾ സംസ്ഥാന വ്യാപകമായി തന്നെ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. 24 ഓക്സിലറി ബൂത്തുകളടക്കം 30,495 ബൂത്തുകളാണ് ഈ ഇലക്ഷനായി തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2040 പ്രശ്നബാധിത ബൂത്തുകളാണ് സംസ്ഥാനത്ത് ഇതുവരെയും കണ്ടെത്തിയിട്ടുള്ളത്. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ അടക്കം, പോളിംഗ് ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ സാധന സാമഗ്രികൾ ഏറ്റുവാങ്ങി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങുകയും ചെയ്യും. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളടക്കമാണ് ഒരുക്കിയിട്ടുള്ളത്. അത് ആ വഴിക്ക് തുടരുന്ന സാഹചര്യത്തിൽ തന്നെ സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ ഇന്ന് വീണ്ടും തങ്ങളുടെ അവസാനവട്ട വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ നേരിട്ട് കണ്ട് ഒരിക്കൽ കൂടി, ഒരു വട്ടം കൂടി തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്നതാണ് സ്ഥാനാർത്ഥികൾ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ വരെ തുടർന്നു വന്ന പരസ്യ പ്രചാരണത്തിൻ്റെ അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിന് ശേഷം വീണ്ടും തങ്ങളുടെ വോട്ടിൽ ഒരു അവസാനവട്ട വ്യക്തത വരുത്തുക എന്നത് കൂടിയുണ്ട്. കണക്കുകൂട്ടലുകളടക്കം ഇന്ന് നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ അടിയൊഴുക്കുകൾ ഉൾപ്പെടെ ഇന്നൊരു ദിവസം കൊണ്ട് നടക്കുന്ന അടിയൊഴുക്കുകളടക്കം തെരഞ്ഞെടുപ്പിലുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ തയ്യാറായി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ അവസാനവട്ടം തങ്ങളുടെ വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇന്ന് ഒരു ദിവസം കൂടി, ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം കൂടി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനായാലും എല്ലാവരും സ്ഥാനാർത്ഥികൾ തങ്ങളുടെ വോട്ട് ഉറപ്പിക്കാൻ തയ്യാറാകുമ്പോൾ സമ്മതിദായകർ അവർ മനസ്സിൽ ഒരു നിശ്ചയത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നാളെ ആർക്ക് വോട്ട് രേഖപ്പെടുത്തണം എന്നത് അതുതന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. അതുതന്നെയാണ് രജിത്ത്. ദയവായി തുടരുക. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിലെ കോട്ടകൾ കാക്കാൻ LDFും നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ UDFും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ചരിത്രം തിരുത്തി കുറിക്കാനാണ് NDAയും കച്ചമുറുക്കുമ്പോൾ ജില്ല ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ വഴിയിലാണ്. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിച്ച് വിധി അനുകൂലമാക്കാനുള്ള അവസാനവട്ട തന്ത്രങ്ങളിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കണ്ണൻ ദേവ് നൽകും. കണ്ണൻ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവസാനവട്ട വോട്ടുറപ്പിക്കൽ ആണ് ഈ മണിക്കൂറിലൂടെ പരമാവധി അത് പ്രയോജനപ്പെടുത്തുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ. UDF LDF എന്തായാലും നമുക്കറിയാം, ഒരു മന്ത്രിയുള്ള ജില്ലയാണ്, ആരോഗ്യമന്ത്രിയാണ്. പ്രത്യേകിച്ചും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ കേട്ട ഒരു മന്ത്രിയാണ്. പല വിഷയങ്ങളിലും നമുക്കറിയാം ഹർഷിനെ അടക്കമാണ് ഈ
അവിടെ പ്രചാരണത്തിനായി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി അബിൻ വർക്കിക്ക് വേണ്ടി പ്രചാരണത്തിനായി വന്നത് എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ LDF-നെ സംബന്ധിച്ച് കടുത്ത പോരാട്ടമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. UDF-നാണെങ്കിലും അത്രത്തോളം പ്രതീക്ഷ വെക്കുന്നു. NDA വോട്ട് വിഹിതം ഉയർത്താനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയാണ് പത്തനംതിട്ടയിലെ ഒരു കാഴ്ചകൾ? നാളെ ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണല്ലോ. അതേ ശ്രുതി, കഴിഞ്ഞ 3-3.5 ആഴ്ചയോളം നടന്ന പരസ്യ പ്രചാരണത്തിനൊടുവിൽ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും ഇടതുമുന്നണിയും അതുപോലെ കോൺഗ്രസും NDAയും അടക്കം വലിയ പ്രതീക്ഷയിലാണുള്ളത്. ഈ പത്തനംതിട്ട ജില്ലയിൽ ആകെ 5 മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ തന്നെ തിരുവല്ല മണ്ഡലം കേരളത്തിലാകെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന ആ മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ്. ശ്രുതി പറഞ്ഞതുപോലെ തന്നെ വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ ഈ തിരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വയറ്റിൽ കത്രിക കുടുങ്ങിയ യുവതിയെ എത്തിക്കുകയും അതുപോലെ ഈ കണ്ണൂരിൽ മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ജയിലിൽ പോയ ആ യുവാക്കളെ വരെ എത്തിച്ച് വലിയ രീതിയിലുള്ള പ്രചരണം UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മേൽക്കൈ നേടാൻ UDF ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷം പ്രധാനമായും വികസന പ്രവർത്തനങ്ങളും അതുപോലെ ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ പ്രചരണം നടത്തിയത്. എന്തായാലും കേരളത്തിലാകെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമാണ്. എല്ലാ നേതാക്കളും CPM-നെ സംബന്ധിച്ച് മുതിർന്ന നേതാക്കളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആറന്മുള. ആറന്മുളയിൽ യാതൊരു കാരണവശാലും ഈ മണ്ഡലം വിട്ടുകൊടുക്കരുത് എന്ന ഒരു തരത്തിൽ തന്നെയാണ് CPM അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ UDF അബിൻ വർക്കി ഇറക്കി വളരെ ശക്തമായ ഒരു മത്സരത്തിനാണ് ഒരുങ്ങുന്നത്. ഈ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വിവാദ വിഷയങ്ങളെല്ലാം ഇവിടെ ചർച്ചയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വീണ് കിട്ടിയ പ്രളയ വിവാദം പോലും വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന തലത്തിലേക്ക് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്ന് അത് ചർച്ചയാക്കിയിട്ടുണ്ട്. എന്നാൽ NDA ക്യാമ്പും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. തങ്ങളുടെ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനെ തന്നെയാണ് ആറന്മുളയിൽ ഇറക്കിയിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾക്ക് നേരത്തെ തന്നെ രാജേട്ടനോടുള്ള സ്നേഹം വോട്ടായി മാറും എന്ന തരത്തിലാണ് അവരും പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. മറ്റ് മണ്ഡലങ്ങളും അതുപോലെ തന്നെയാണ്. അടൂരിൽ മാത്രമാണ് സിറ്റിംഗ് MLA മത്സരിക്കാത്തത്. ബാക്കി ഈ 4 മണ്ഡലങ്ങളിലും സിറ്റിംഗ് MLA-മാരെ തന്നെയാണ് CPM രംഗത്തിറക്കിയിട്ടുള്ളത്. അടൂരിൽ ഒരു പുതുമുഖം പ്രിജി കണ്ണനാണ് മത്സരിക്കുന്നത്. CPA-യുടെ സീറ്റാണ്. എന്നാലും അവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഈ പ്രധാനമായും വികസന പ്രവർത്തനങ്ങൾ ഊന്നിക്കൊണ്ടാണ് ഈ ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഈ LDF പ്രചാരണം നടത്തുന്നത്. എന്നാൽ വിവാദ വിഷയങ്ങൾ ഉൾപ്പെടെ ശബരിമല ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന മണ്ഡലങ്ങളാണ് ഈ പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും. അത്തരത്തിൽ തന്നെയാണ് റാന്നിയും കോന്നിയും തിരുവല്ലയും അടൂരും അടക്കം ഈ വിവാദ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. തിരുവല്ലയിലേക്ക് പോയാൽ അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള വലിയ ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ്. നരേന്ദ്രമോദി അടക്കം എത്തി വലിയ രീതിയിൽ NDA-ക്ക് കരുത്തു പകർന്ന ഒരു മണ്ഡലമാണ്. മാത്രമല്ല മാത്യു ടി തോമസ് LDF-ന് വേണ്ടി മത്സരിക്കുമ്പോൾ വർഗീസ് മാവനെ ഇറക്കിയാണ് UDF ആ മണ്ഡലം ഏത് വിധേനയും പിടിച്ചെടുക്കാനുള്ള ഒരു മത്സരം നടത്തുന്നത്. അത്തരത്തിൽ തന്നെയാണ് കോന്നിയിലെയും റാന്നിയിലെയും പ്രമോദ് നാരായണനും അതുപോലെ ജനീഷും ഈ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രചരണമാണ് ഈ മണ്ഡലത്തിലാകെ നടത്തിയത്. എന്നാൽ UDF റാന്നിയിൽ പഴകുളം മധു KPCC സെക്രട്ടറി പഴകുളം മധുവിനെ ആ മണ്ഡലത്തിലേക്ക് എത്തിച്ച് ഈ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ അവിടെ പ്രചരണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് വോട്ടായി മാറുമോ എന്നതാണ് അറിയേണ്ടത്. NDA-യും അതുപോലെ തന്നെയാണ് 2020 സ്ഥാനാർത്ഥിയെ നിർത്തി. ഇനി ഒരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് കാഴ്ച. അട്ടിമറി വിജയം ഉണ്ടാകുമോ, കൂടുതൽ വോട്ടുകൾ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ശരി, എന്തായാലും പത്തനംതിട്ടയിലെ വിവരങ്ങളാണ് കണ്ണൻ ദേവ് പങ്കുവച്ചത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. കൊട്ടിക്കലാശത്തിന്റെ ആവേശം അടങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ നിശബ്ദ പ്രചാരണം പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിന് മുന്നോടിയായുള്ള അവസാന മണിക്കൂറുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമെന്ന് ഉറപ്പിക്കുന്ന നിർണായക സമയങ്ങളിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. പരസ്യമായ പ്രകടനങ്ങളോ മൈക്ക് അനൗൺസ്മെന്റുകളോ ഇല്ലാതെ ആളുകളെ നേരിൽ കണ്ട് അവസാന വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. നമുക്കറിയാം തൃശ്ശൂരിനെ സംബന്ധിച്ച് ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന ഒരു ജില്ല തന്നെയാണ് തൃശ്ശൂരിൽ വിജയം
പ്രവചനാതീതമാകുകയാണ് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. ഹരീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ തൃശ്ശൂരിൽ നിന്നും. ഹരീഷ്, ഈ സൂചിപ്പിച്ച പോലെ തന്നെ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. പല വിഷയങ്ങൾ, വിവാദങ്ങളൊക്കെ നമ്മൾ തൃശ്ശൂരിൽ കണ്ടു. ബി ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശമടക്കം അങ്ങനെ പല വിഷയങ്ങൾ ചർച്ചയായിട്ടാണ് അങ്ങനെ ഈ ഇലക്ഷൻ സമയത്തൂടെ തൃശ്ശൂർ ജില്ല കടന്നു പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറിൽ ഇനിയിപ്പോൾ കേരളം പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ? പോളിംഗ് സാമഗ്രികളൊക്കെ 8 മണിയോടെ വിതരണം ചെയ്യും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും തൃശ്ശൂരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അതായത് പ്രവചനാതീതമായ പോരാട്ടമാണ് തൃശ്ശൂരിൽ പല മണ്ഡലങ്ങളിലും നടക്കുന്നത് നമുക്കറിയാം. അത് എല്ലാ തിരഞ്ഞെടുപ്പ് ചരിത്രം നോക്കുമ്പോൾ വലിയ പെട്ടെന്നുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രവചനാതീതമായ മാറ്റങ്ങളൊക്കെ ഈ തൃശ്ശൂരിൽ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. അതിന് സമാനമായി തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും തൃശ്ശൂർ മണ്ഡലം, അതുപോലെ മണലൂര്, നാട്ടിക തുടങ്ങിയ 3 മണ്ഡലങ്ങളാണ് ഏറ്റവും നിർണായകമായി നിൽക്കുന്നത്. കാരണം തുല്യ ശക്തികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ്, വളരെ പ്രബലരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ഈ 3 മണ്ഡലങ്ങളും വളരെ പ്രവചനാതീതമായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആര് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളുള്ള, വലിയ ആശങ്കകളുള്ള, വലിയ പ്രതീക്ഷകളൊക്കെയുള്ള മണ്ഡലങ്ങളാണ് ഈ ഒരു 3 മണ്ഡലങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ കേരളത്തിലെ മൊത്തം ശ്രദ്ധയും തൃശ്ശൂരിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ തൃശ്ശൂർ മണ്ഡലവും മണലൂരും നാട്ടികയും ഒക്കെ ചർച്ചയായി മാറുന്ന വിഷയം നമ്മൾ നേരത്തെ കണ്ടതാണ്. അത്രത്തോളം ആത്മവിശ്വാസം സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഈ ശക്തി പ്രകടനം കൊട്ടിക്കലാശത്തിൽ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ആളുകളാണ് ഈ 3 മുന്നണിയിലും പങ്കെടുത്തത്, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ ഒരു സ്വരാജ് റൗണ്ടിനെ നടുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിനെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു പൂരത്തിന് സമാനമായ രീതിയിലുള്ള ശക്തി പ്രകടനമാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കണ്ടത്. ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ആവേശം അത് ഈ ഒരു തിരഞ്ഞെടുപ്പിലെ ഈ പോളിംഗിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ വോട്ടിങ്ങിലേക്ക് എത്തുമ്പോൾ ആ ഒരു ആവേശം അത്തരത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഓരോ സ്ഥാനാർത്ഥികളും കഴിഞ്ഞ ദിവസം എടുത്ത് പറഞ്ഞതാണ്. പ്രത്യേകിച്ചും തൃശ്ശൂർ മണ്ഡലം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം 3 സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. പത്മജയ്ക്കാണെങ്കിലും രാജൻ ജെ പല്ലനാണെങ്കിലും LDF സ്ഥാനാർത്ഥി ലീലാകൃഷ്ണനാണെങ്കിലും ആ ഒരു ആത്മവിശ്വാസം പങ്കുവെക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം തൃശ്ശൂരിൽ സംഭവിച്ചത് BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചു കയറുന്നു. അതേ ആ ഒരു വിജയം തൃശ്ശൂരിൽ BJPക്ക് കൈവരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് മണലൂരും നാട്ടിലും സമാനമായ രീതിയിലാണ് വലിയ വിജയപ്രതീക്ഷ 3 മുന്നണികളും പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJPക്കും ഈ 3 മണ്ഡലങ്ങളും വലിയ പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസും LDFും ഒപ്പത്തോടൊപ്പം മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ്. അത്തരത്തിൽ തൃശ്ശൂരിലെ വിവിധ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ വാശിയേറിയ ത്രികോണ മത്സരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അത്രത്തോളം പ്രബലരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് ഈ ഒരു വാശിയേറിയ ഒരു പോരാട്ടമൊക്കെ കഴിഞ്ഞ ദിവസം അവസാനിച്ചു. പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനങ്ങളാണ്. ഓരോ സ്ഥാനാർത്ഥികളും വീടുകളിലെത്തി ഓരോ വോട്ടർമാരെയും കണ്ട് അവരുടെ അവസാന വോട്ടും ഉറപ്പിക്കുന്ന ആ ഒരു ദിവസമാണ് ഇന്ന് ഉള്ളത്. ഇന്ന് ശരി, അത് തന്നെയാണ്. തൃശ്ശൂരും പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ തയ്യാറായി കഴിഞ്ഞു. ജനമനസ്സ് ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിയുള്ളത്. തൃശ്ശൂരിൽ ത്രികോണ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ്. ഇനി മധ്യകേരളത്തിലേക്കാണ് പോകുന്നത്. അശ്വതിയുണ്ട് കൊച്ചിയിലെ വിവരങ്ങൾ നൽകാൻ. അശ്വതി, ഗുഡ് മോർണിംഗ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മധ്യകേരളത്തിലും വാശിയേറിയ പോരാട്ടം തന്നെയാണ്. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മികച്ച വിജയമാണ് UDF കാഴ്ചവെച്ചത്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമൊക്കെ അടങ്ങുന്നതാണ് കൊച്ചി എന്നുള്ളതാണ്. എങ്ങനെയാണ് കൊച്ചിയിലെ വിവരങ്ങൾ? എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും UDFന് ഒപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ഒരു ജില്ലയാണ്. മിക്ക മണ്ഡലങ്ങളും UDFന് ഒപ്പം തന്നെയാണുള്ളത്. ആ ഒരു പ്രതീക്ഷ, ആത്മവിശ്വാസം തന്നെയാണ് UDFന് ഇത്തവണയും ഉള്ളത്. ഈ പരസ്യ പ്രചരണമെല്ലാം അവസാനിക്കുന്ന ഘട്ടങ്ങളിലും UDF ക്യാമ്പുകൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇതിൽ BD സതീശൻ്റെ മണ്ഡലമായ പറവൂർ, അവിടെ തന്നെയായിരിക്കും ഇത്തവണ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെ നിന്ന് ഒരു മുഖ്യമന്ത്രി, അതായത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്കൊക്കെ തങ്ങളുടെ സ്ഥാനാർത്ഥി എത്തുമോ, MLA എത്തുമോ എന്ന
എന്നതൊക്കെയാണ് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റ് മണ്ഡലങ്ങളിൽ തൃപ്പൂണിത്തുറ കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ NDAക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളൊരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ 2020ക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. അത് അഞ്ജലി നായർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അങ്ങനെ സിനിമാ രംഗത്തുള്ളവരുടെ ഒരു ടെലിവിഷൻ രംഗത്തുള്ളവരുടെ ഒരു പ്രാതിനിധ്യം നോക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറയിലും അതുപോലെ തന്നെ തൃക്കാക്കരയിലും ഉണ്ട്. അതൊരു സിനിമാറ്റിക് മണ്ഡലങ്ങളായിട്ട് രണ്ടും മാറിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത. ആദ്യഘട്ടത്തിൽ അഞ്ജലി നായരുടെ പ്രചരണത്തെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടായിരുന്നുവെങ്കിലും അവസാനം എത്തിയപ്പോഴേക്കും അഞ്ജലി നായർ പ്രചരണ രംഗത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോയി എന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പെരുമ്പാവൂരും കുന്നത്തുനാടും ഒക്കെ 2020ക്കും അതായത് 2020 NDAയിലേക്ക് ചേർന്നതിന് ശേഷം വലിയ ഒരു ശക്തിയായിട്ട് ആ ഒരു ഘടകം ഉണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും UDFനൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു ജില്ല എന്ന രീതിയിൽ UDF ക്യാമ്പുകൾക്ക് വലിയ ആത്മവിശ്വാസം തന്നെയാണ്. ശരി, എന്തായാലും അശ്വതി പറഞ്ഞ പോലെ തന്നെ ത്രികോണ മത്സരം തന്നെയാണ് എറണാകുളത്തും. ശക്തമായ പോരാട്ടം 2020യുടെ ഒരു ശക്തമായ പ്രചാരണമൊക്കെ നമ്മൾ അവിടെയും കണ്ടതാണ്. 2020 അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇനി പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടുക്കിയിൽ ഇടതും വലതും മുന്നണികൾ. വോട്ട് വിഹിതം പരമാവധി ഉയർത്താനുള്ള ശ്രമത്തിലാണ് NDAയും. ജില്ലയിലെ 5 സീറ്റുകളിലും ഇത്തവണ വിജയിക്കുമെന്ന് UDF അവകാശപ്പെടുമ്പോൾ തൊടുപുഴ കൂടി പിടിച്ചെടുത്ത് ചരിത്ര വിജയം നേടുമെന്നാണ് ഇടതുമുന്നണിയുടെ അവകാശവാദം. വിവരങ്ങൾ നൽകാൻ ബോബനുണ്ട് ഇടുക്കിയിൽ നിന്നും. ബോബൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പല വിഷയങ്ങളും ഇടുക്കിയെയും ബാധിച്ചിട്ടുണ്ട്. ഭൂപ്രശ്നങ്ങളുണ്ട്, വന്യജീവിയുടെ ആക്രമണം ഒക്കെ കണ്ടതാണ്. പ്രത്യേകിച്ചും വനമേഖലയാണ്. ഇതൊക്കെ എങ്ങനെയായിരിക്കും? വോട്ടായി മാറുമോ? എന്താണ് ഒരു പ്രതീക്ഷ? അശ്വതി, ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് 5 നിയോജക മണ്ഡലങ്ങളാണ്. ഇതിൽ 4ഇടത്ത് LDF, 1ഇടത്ത് UDF. ഇതാണ് നിലവിലെ അവസ്ഥ. അത് മാത്രവുമല്ല, ഇടുക്കി ജില്ലയിൽ കോൺഗ്രസിന് ഒറ്റ MLA പോലുമില്ല കഴിഞ്ഞ 20 വർഷമായി. ഈ ദുഷ്പേര് മാറ്റുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിലൂടെ റോഷി അഗസ്റ്റിനെ തളയ്ക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. എന്തായാലും 5 നിയോജക മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം ദേവികുളം നിയോജക മണ്ഡലമാണ്. 3 തവണ LDFന്റെ MLA ആയിരുന്ന S രാജേന്ദ്രൻ ഇത്തവണ NDAയിൽ മത്സരിക്കുന്നു എന്ന വലിയ പ്രത്യേകതയും ദേവികുളത്തെ സംബന്ധിച്ചുണ്ട്. ഏറ്റവും പ്രസ്റ്റീജ് മത്സരം നടക്കുന്നത് ഇടുക്കിയിലാണ്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിൻ 25 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു. 6ാം വട്ടം പോരാട്ടത്തിനിറങ്ങുമ്പോൾ റോഷിക്ക് വീണ്ടും ഇടുക്കിയുടെ ജനപ്രതിനിധിയാകാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനം. തൊടുപുഴയെ സംബന്ധിച്ച് PJ ജോസഫ് ഇല്ലാത്ത അരനൂറ്റാണ്ടിനിടയിലെ ആദ്യ മത്സരം എന്ന പ്രത്യേകതയുണ്ട്. PJ ജോസഫിന്റെ മകനാണ് സ്ഥാനാർത്ഥി, അപ്പു ജോൺ ജോസഫ്. എന്തായാലും ഇടുക്കി ജില്ലയിൽ അശ്വതി സൂചിപ്പിച്ചതുപോലെ ഭൂപ്രശ്നങ്ങളും വന്യജീവി ആക്രമണവും തന്നെയാണ് പ്രധാന വിഷയമായി മാറിയത്. ഭൂപ്രശ്നങ്ങളിൽ അവസാന സമയം സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടുകളും ഭൂവിനിയോഗ ചട്ട ഭേദഗതിയും ഒക്കെ ഇടതുപക്ഷത്തിന് ഗുണകരമാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഒരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് മാത്രമാണ് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് UDF ഇതിനെ നേരിട്ടത്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ രംഗത്തിറക്കിയാണ് UDF തങ്ങളുടെ പ്രചരണം ശക്തമാക്കിയത്. പിണറായി വിജയൻ തന്നെയാണ് LDFന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. എന്തായാലും വാശിയേറിയ പോരാട്ടത്തിനാണ് ഇടുക്കി സാക്ഷ്യം വഹിക്കുന്നത്. അശ്വതി. ശരി, ബോബനാണ് ഇടുക്കിയിലെ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ പോകുന്നത് കാസർഗോഡേക്കാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ പറഞ്ഞ പോലെ തന്നെ 5 നിയോജക മണ്ഡലങ്ങളിലാണ് പോരാട്ടം നടക്കുന്നത്. ഇതിൽ മഞ്ചേശ്വരത്തെ കനത്ത ത്രികോണ മത്സരം ഏറെ ശ്രദ്ധേയമാണ്. കൂടാതെ കാസർഗോഡ്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലും മുന്നണികൾ തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. അനൂപ് നീലേശ്വരമുണ്ട് കാസർഗോട്ടെ വിവരങ്ങൾ നൽകാൻ. അനൂപ്, നമ്മൾക്കറിയാം പല പ്രതികരണങ്ങളും എടുത്തപ്പോൾ പല പ്രതീക്ഷകളുമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. കാസർഗോഡെ വിവരങ്ങൾ എങ്ങനെയാണ്? ആർക്കായിരിക്കും ഒരു മുൻതൂക്കം? എങ്ങനെയായിരിക്കും ഒരു പ്രവചനം? അശ്വതി, കനത്ത പോരാട്ടമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത്. സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന മത്സരമാണ് മഞ്ചേശ്വരത്തെ ത്രികോണ പോരാട്ടം എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ കെ സുരേന്ദ്രൻ, BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നിലവിലെ സിറ്റിംഗ് MLA UDF സ്ഥാനാർത്ഥി AK മഷ്റഫും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ആര് ജയിക്കുമെന്നത് പ്രവചനാതീതം എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്കാണ് നിലവിലെ MLA UDFലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ
AK അഷ്റഫ് വിജയിച്ചത്. ഇത് രണ്ടാം തവണയാണ് AK അഷ്റഫും K സുരേന്ദ്രനും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. എന്താകും ഈ തുളുനാടൻ മണ്ണിലെ ഫലം എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. പല രീതിയിലുള്ള അട്ടിമറികളും നടക്കാനുള്ള സാധ്യതയുണ്ട് വോട്ടിങ്ങിൽ. കാരണം SDPI നേരത്തെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയതും പിന്നീട് UDFന്റെ ഉന്നത നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ സമ്മർദ്ദത്താൽ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ച കാര്യമൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാലും അവരിൽ ഒരു വിഭാഗത്തിന്റെ ഒരു 1500 മുതൽ 2000 വരെ വോട്ടുകൾ SDPIയുടേത് BJPയിലേക്ക് പോകുമെന്ന നിഗമനങ്ങളൊക്കെ അടിത്തട്ടിലുണ്ട്. അതേസമയം LDFന്റെ തീരുമാനവും നിർണായകമാണ്. ഇത്തവണ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകില്ല എന്ന ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നും അറിയുന്നത്. അതിനാൽ തന്നെ ശക്തമായ ഒരു പോരാട്ടമാണ് മഞ്ചേശ്വരത്തെ തുളുനാടൻ മണ്ണിൽ നടക്കുന്നത്. കേവലം 745 വോട്ടുകൾക്ക് സിറ്റിംഗ് MLA ജയിച്ച മണ്ഡലത്തിൽ സുരേന്ദ്രനും അതുപോലെ AK അഷ്റഫും തമ്മിൽ തീപാറുന്ന ഒരു പോരാട്ടമാണ് നടക്കുന്നത്. മറ്റൊരു മണ്ഡലം എടുത്തു പറയേണ്ടത് നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന മഞ്ചേശ്വരത്തോട് തൊട്ടടുത്ത് കിടക്കുന്ന കാസർഗോഡ് നിയോജക മണ്ഡലമാണ്. ഈ കാസർഗോഡ് നിയോജക മണ്ഡലം UDFന്റെ കരുത്തുറ്റ കോട്ടയാണ്. ഇവിടെ UDFന്റെ സാരഥികളെ മാത്രം ജയിപ്പിച്ച ചരിത്രമാണ് ഈ മണ്ഡലത്തിനുള്ളത്. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ അതിന്റെ ചിത്രം അല്പം മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കാലങ്ങളായി ഇവിടെ BJPയാണ് രണ്ടാം സ്ഥാനത്ത്. അതേസമയം ഇടത് സ്വതന്ത്രനായി UDF വോട്ടുകൾ കവർന്നെടുക്കാൻ ശക്തിയുള്ള ഷാനവാസ് പാദൂർ INL ഇടത് സ്വതന്ത്രനായി ഇവിടെ മത്സര രംഗത്തെത്തിയോടെ ചിത്രങ്ങൾ അല്പം മാറി മറിയുന്ന ഇവിടെ മണ്ഡലം വളരെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരിലടക്കമുള്ള കണക്കൂട്ടൽ ഷാനവാസ് കനത്ത രീതിയിൽ വോട്ട് പിടിച്ചാൽ UDF ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് അശ്വിനിയുടെ വിജയത്തിന് BJP സ്ഥാനാർത്ഥി ML അശ്വിനി BJPയുടെ ജില്ലാ അധ്യക്ഷ കൂടിയായ ML അശ്വിനിയുടെ വിജയത്തിന് വഴിയൊരുക്കുമെന്ന ശക്തമേറിയ വിലയിരുത്തലുകൾ അടുത്തട്ടിലുണ്ട്. മറ്റൊന്ന് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലമാണ്. ഇടത് ചെങ്കോട്ട എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലും ഇത്തവണ പോരാട്ട ചിത്രം മാറി മറിയുന്ന കാഴ്ചയാണുള്ളത്. സാധാരണ ഈസി വോക്കവറാണ് അവിടെ CPMന്റെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവാറുള്ളത്. K നായനാർ അടക്കമുള്ള CPM നേതാക്കളെ നിയമസഭയിൽ എത്തിച്ച മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി വൈകിയ വേളയിൽ സന്ദീപ് വാര്യർ എത്തിയതോടുകൂടി മണ്ഡലം ഇളകി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടുവരുന്നത്. സന്ദീപ് വാര്യർക്ക് വലിയ പിന്തുണ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നു. സന്ദീപ് വാര്യർ വിജയിക്കുമെന്ന ഒരു അവസ്ഥയിലേക്കുള്ള കണക്കുകൂട്ടലിലും പ്രതീക്ഷയിലുമാണ് UDF ക്യാമ്പുകൾ ഉള്ളത്. എന്നാൽ ശക്തമായ വോട്ടുള്ള സ്ഥലമാണ്, ഇടതുപക്ഷത്തിന് വോട്ടുള്ള മേൽക്കൈയുള്ള മണ്ഡലമാണ് തൃക്കരിപ്പൂർ എന്നതും എടുത്തു പറയേണ്ടതാണ്. അവിടെ കയ്യൂർ ചീമേനിയും അതുപോലെ തന്നെ ചെറുവത്തൂരും പിലിക്കോടും ഉൾപ്പെടുന്ന ശക്തി കേന്ദ്രങ്ങൾ ഇടതിന് കരുത്തു പകരുന്ന ഇടങ്ങളാണ്. എങ്കിലും വലിയൊരു ഓളം സൃഷ്ടിക്കുവാൻ വേണ്ടി സന്ദീപിന്റെ വരവിന് കോൺഗ്രസിന് UDFന് സാധിച്ചിട്ടുണ്ട്. ലീഗ് പ്രവർത്തകർ വലിയ ആവേശത്തിലെന്നതും അവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ആയതിനാൽ തന്നെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലും ഇത്തവണ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. മറ്റ് രണ്ട് നിയോജക മണ്ഡലങ്ങൾ കാഞ്ഞങ്ങാടും ഉദുമയുമാണ്. അതേസമയം കാഞ്ഞങ്ങാടിന്റെയും ഉദുമയുടെയും ചിത്രങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് കൃത്യമായ മേൽക്കൈയോടുകൂടി അവർ വിജയത്തിലേക്ക് നീങ്ങുമെന്ന സൂചനകളാണ് ഉള്ളത്. അശ്വതി, അതാണ് കാസർഗോട്ടെ വിവരങ്ങളാണ് അനൂപ് പങ്കുവച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്നുള്ളതാണ്. കനത്ത ത്രികോണ മത്സരമാണ് അവിടെയും നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ക്രോസ് വോട്ടിംഗ് ഒന്നും ഇത്തവണ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ.